നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം 4 രാശിക്കാരെ തേടി ഭാഗ്യം എത്തിയിരിക്കുകയാണ്. അതായത് നീണ്ട കാലയളവിന് ശേഷം മഹാശനിമാറ്റത്തോടൊപ്പം ശനിയുടെ ഉദയവും സംഭവിക്കുവാൻ പോവുകയാണ്. വേദജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നീതിയുടെയും ന്യായത്തിൻ്റെയും ഒക്കെ അധിപനായ ശനി അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനാൽ തന്നെ നീണ്ട കാലയളവിന് ശേഷമുള്ള ശനിദേവൻ്റെ ഈ ഉദയം 4 രാശിക്കാരുടെ ജീവിതത്തിലെ ഭാഗ്യോദയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയേറെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ശനിമാറ്റത്തോടൊപ്പം ഉണ്ടാകുന്ന ശനിയുടെ ഉദയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മഹാശനിമാറ്റത്തോടൊപ്പമുള്ള മീനത്തിലെ ശനിയുടെ ഉദയം ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുമെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 9 ഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. ഇത്രയും വേഗത കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന ശനി 2025 മാർച്ച് മാസം 28-ാം തീയതി വരെ കുംഭം രാശിയിലാണ് ഉള്ളത്. കുംഭം രാശിയിൽ നിന്ന് 2025 മാർച്ച് മാസം 29-ാം തീയതി മീനത്തിലേക്ക് രാശിമാറ്റം നടത്തുന്ന ശനി മാർച്ച് 29-ാം തീയതി രാവിലെ 10:37-നാണ് മീനത്തിൽ ഉദിക്കുന്നത്. അപ്പോൾ ശനിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ ഉദയം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയുടെ 11-ാം ഭാവത്തിലാണ് ശനി ഉദിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് ശനിയുടെ ഈ ഉദയം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മംഗളകരമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. അത് നിങ്ങളുടെ തന്നെ ഭവനത്തിലുള്ള ആരുടെയെങ്കിലും വിവാഹമാകാം, അതുപോലെ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളുമാകാം. കുടുംബത്തിലുണ്ടാകുന്ന മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഭാഗ്യം ലഭിക്കും. അതായത് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഇടവം രാശിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുടെ കാര്യത്തെപ്പറ്റി പറയുവാനാണെങ്കിൽ ശനിയുടെ ഉദയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുവാനിടയാക്കും. ചെറിയ തരത്തിലുള്ള വരുമാനമാണ് ഉള്ളതെങ്കിൽ പോലും അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായിട്ട് ശനിയുടെ ഉദയം കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയുടെ 10-ാം ഭാവത്തിൽ ശനി ഉദിക്കുന്നതിനാൽ തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നടക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് പരിഹാസങ്ങളും കടുത്ത വാക്കുകളുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ കൈവരിക്കും. അതുപോലെ ചില മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക്
നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില പ്രൊജക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. ഇത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വളരെയധികം നിൽക്കുന്നതിനാൽ തന്നെ ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിജയത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തരത്തിലുള്ള സ്ഥാനക്കയറ്റവും, ജോലി തേടിക്കൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് പുതിയ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരവുമൊക്കെ ഈ ഒരു സമയത്ത് നടക്കുവാനിടയാകും. ഇനി മഹാശനിമാറ്റത്തോടൊപ്പം ഉള്ള ശനിയുടെ ഉദയം കൊണ്ട് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും സിദ്ധിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയുടെ 6ാം ഭാവത്തിലാണ് ശനി ഉദിക്കുവാൻ പോകുന്നത്. ഇത് നിങ്ങളിലേക്ക് എണ്ണിയാൽ തീരാത്ത അത്ര ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചൊരിയുന്നത്. അത്രത്തോളം അനുഗ്രഹഭാവത്തിലാണ് നിങ്ങൾക്ക് ശനി നിൽക്കുന്നത്. ആഗ്രഹിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്ന പല തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും ഇന്ത്യക്ക് പുറത്ത് ഒരു വിദേശ രാജ്യത്തേക്കുള്ള യാത്രായോഗം സിദ്ധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വഴിത്തിരിവായിരിക്കും. അതുപോലെ തന്നെ തുലാം രാശിക്കാരുടെ ഭവനത്തിൽ ചില പുതുക്കി പണികളൊക്കെ ഈ ഒരു കാലയളവിൽ നടക്കുന്നതായി കാണുന്നുണ്ട്. അതായത് വീട്ടിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങുവാനും, അതുപോലെ തന്നെ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് വീടിനെ മോടി പിടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള സാമ്പത്തിക സ്രോതസ് നിങ്ങൾക്ക് ഒരുങ്ങി വരും. എന്തുകൊണ്ടും ശനീശ്വരൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നാളുകളായിരിക്കും. ഇനി അവസാനമായി മഹാശനിമാറ്റത്തോടൊപ്പമുള്ള ശനിയുടെ മീനം രാശിയിലെ ഉദയം ജീവിതത്തിൽ ഭാഗ്യഭാവത്തിൽ വരുന്ന രാശിക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയുടെ 6ാം ഭാവത്തിലാണ് ശനി ഉദിക്കുവാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിരുന്ന ചില വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ശനിയുടെ ഈ ഒരു അനുഗ്രഹഭാവം കൊണ്ട് കഴിയും. കടബാധ്യതകൾ കൊണ്ട് എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോകും എന്ന് മനസ്സ് വിഷമിച്ച് കഴിഞ്ഞിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില വരുമാന സ്രോതസ്സുകൾ ഒരുങ്ങി വരുന്ന ഒരു സമയമായിരിക്കും ശനിയുടെ ഉദയം കൊണ്ട് വന്നെത്തുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.